ഹലോ. ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവ്സ് മാത്രം സംഭവിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഹാപ്പിനെസ് ലൈഫിൽ വേണ്ടേ? അങ്ങനെ ഒരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏട്ടന് അപ്രതീക്ഷിതമായി ലീവ് കിട്ടിയ ദിവസമായിരുന്നു. ഓൾറെഡി ലാസ്റ്റ് വീക്ക് തൊട്ടേ പറയുന്നുണ്ട്, നിൻ്റെ ഒപ്പം ഇരിക്കാനൊരു ടൈം കിട്ടിയിട്ടില്ല, ഞാൻ ദിവസം ലീവ് എടുക്കാം, മൺഡേ ലീവ് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു, കിട്ടിയില്ല. ട്യൂസ്ഡേ ലീവ് ചോദിച്ചു, കിട്ടിയില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ലീവ് ഏട്ടന് കിട്ടി. രാവിലെ വിളിച്ചു പറഞ്ഞ് ലീവ് എടുത്തോളാം. അങ്ങനെ എന്നോട് പെട്ടെന്ന് റെഡി ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഏട്ടൻ്റെ ഓഫീസിലൊന്ന് കയറി. വേറൊന്നുമല്ല, അപ്രതീക്ഷിതമായ ലീവ് ആയതുകൊണ്ട് ഏട്ടന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നിട്ട് പോസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് 2 മന്ത്സ് പോലും ആയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരുമിച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ജോലി തിരക്ക് തന്നെയാണ്, ലീവ് കിട്ടുന്നേ ഉണ്ടായില്ല. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും നമ്മുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ ഒരു ബോണ്ടിങ്ങിലേക്ക് കൊണ്ടുപോകും. അതുമാത്രമല്ല, കൂടെ ഒരാളുണ്ടെന്നൊരു തോന്നലും ഉണ്ടാകും. നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സും എനർജിയും ഒക്കെ ആയിരിക്കും അത് കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ എനിക്ക് തോന്നി ഇതിലും ഭേദം ലീവ് എടുക്കാത്തത് തന്നെ ആയിരുന്നു എന്ന്. എന്തായാലും സാരമില്ല, അത്രയും ടൈം ഏട്ടൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയല്ലോ. അങ്ങനെ ഞങ്ങൾ റിലയൻസിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ബേക്കറി കയറി. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലൈമും പിന്നെ മോമോസും കഴിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു സ്നാക്സ്. വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബേക്കറിയിൽ നിന്ന് ലൈമെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി. ഇന്ന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇന്ന് അനിയൻ്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈവനിങ് പോയി അനിയനൊരു ബർത്ത്ഡേ കേക്ക് വാങ്ങിച്ചു. ചെറിയൊരു കേക്കാണ് വാങ്ങിച്ചത്. ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവനൊരു ഗിഫ്റ്റും വാങ്ങിച്ചു. ഈവനിങ് പോയി ഒരു കേക്ക് വാങ്ങിച്ചു. എന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ച് ആ കേക്കൊക്കെ കട്ട് ചെയ്തു. ഒരു സന്തോഷം, എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു സന്തോഷം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് അനിയൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മ സ്പെഷ്യലായിട്ട് കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ചു ഒരുമിച്ച്. ഇന്നൊരു ഡേ ഫുള്ള് ഏട്ടൻ്റെ ഒപ്പം ഒരു എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നു. സൺഡേ അല്ലാതെ ഒരു എക്സ്ട്രാ ടൈം കൂടെ കിട്ടി. അതിൻ്റെ കൂടെ അനിയൻ്റെ ബർത്ത്ഡേയും കൂടി ആയതുകൊണ്ട് ഇത് ഹാപ്പി ഡേ ആയിരുന്നു ഇന്ന്.